ഹേ ഓൾ വെൽക്കം ടു സാൻവി വ്ളോഗ്. സോ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ഒരു കുക്കിംഗ് വ്ളോഗാണ്. അതും ഞാനും ചേട്ടനും കൂടി ആദ്യമായിട്ട് ഒരുമിച്ചൊരു ഫുഡ് ഉണ്ടാക്കാൻ പോവാണ്. വളരെ ടഫായിട്ടുള്ള ഫുഡാണ്. കപ്പയും പുളിയും മുളകും പിന്നെ മീൻ വറുത്തതും. സോ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടിച്ച് പൊട്ടിക്കുക, ബെല്ലൈക്കൻ അടിച്ച് പൊട്ടിക്കുക. അങ്ങോട്ട് അപ്പോൾ ചേട്ടൻ എന്താ കപ്പയ്ക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ്. ഇപ്പോൾ കിഴങ്ങൊക്കെ നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ട്. അതിനിടെ കൂടെ തന്നെ സാൻവി മോള് അതെല്ലാം നുള്ളിപ്പറക്കി കളയാൻ വേണ്ടിയിട്ട് അടുത്ത് തന്നെ ഇരിക്കുകയാണ്. കപ്പ ഇനി വേവിക്കാനുള്ള പാകത്തിന് ഓരോരോ കഷ്ണങ്ങളാക്കി ചേട്ടയുടെ കട്ട് ചെയ്തിടുകയാണ്. ഇനി കപ്പ നല്ല രീതിയിൽ കഴുകിയെടുക്കണം, കാരണം ചെളിയൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു നല്ലതല്ല. അതുകൊണ്ട് ഒരു 3-4 വെള്ളത്തിൽ കഴുകി ശേഷം കപ്പയിലോട്ട് കപ്പ വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് നല്ല രീതിയിൽ ഇളക്കിയെടുക്കണം. ഇനി നമുക്ക് കപ്പ അടുപ്പിലോട്ട് വെക്കാം. അതവിടെ ഇരുന്ന് വെന്തോളും. ഞാൻ ആ നേരം കൊണ്ട് ഇന്ന് കുറച്ച് മത്തി കിട്ടിയായിരുന്നു. അങ്ങനെ മത്തി എടുത്ത് ക്ലീൻ ചെയ്ത് ഫ്രൈ ആക്കാമെന്ന് കരുതി. വൃത്തിയാക്കി വെച്ച മത്തിയിലോട്ട് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്ത് നല്ലതുപോലെ മാറിനേറ്റ് ചെയ്ത് ഒരു അരമണിക്കൂർ ഞാനിത് മാറ്റി വെച്ചു. ഇനി കപ്പയ്ക്ക് സൈഡ് ഡിഷ് ആക്കാൻ വേണ്ടി കുറച്ച് കൊച്ചുള്ളിയും മുളകും എല്ലാം കൂടി നല്ല രീതിയിൽ ചതച്ചെടുത്ത് അതിൽ ആവശ്യത്തിന് നല്ല നാടൻ വെളിച്ചെണ്ണയും നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ഉപ്പും ചേർത്ത് മിക്സ് ചെയ്ത് സൈഡ് ഡിഷായിട്ട് ഒരു പുളിമുളക് ഞങ്ങളിവിടെ സെറ്റാക്കി. പക്ഷേ അതിൽ പുളി ചേർത്തിട്ടില്ല കേട്ടോ, ഞങ്ങൾക്ക് പുളി അധികം ഇഷ്ടമല്ലാത്തതുകൊണ്ട്. ഇനി മത്തി ഫ്രൈ ആക്കാൻ വേണ്ടി ഫ്രൈ പാൻ അടുപ്പത്തോട്ട് വെച്ച് പാൻ ചൂടായി വന്നപ്പോൾ നല്ല നാടൻ വെളിച്ചെണ്ണ വീഴ്ത്തി എണ്ണ ചൂടായി വന്നപ്പോൾ കറിവേപ്പില ഇട്ട് നല്ലതുപോലെ അത് പൊട്ടി വന്ന ശേഷം മീൻ ഓരോന്നായിട്ട് പാനിൽ വെച്ച് കൊടുത്തു. കപ്പേൻ്റെ ഒപ്പം കഴിക്കാൻ മീൻ വറുത്തതോ കരുവാടോ ഒക്കെ നല്ലതാണ്, നല്ല ടേസ്റ്റുള്ള ഒരു ഐറ്റം. സോ അങ്ങനെയാണ് പിന്നെ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമ്മുടെ മത്തി ഫ്രൈ ഇതവിടെ റെഡി ആയിട്ടുണ്ട്, നല്ല മൊരുമരാന്നായിട്ടുണ്ട്. ഇനി നമുക്ക് വാഴയിലയിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ച കപ്പ നമ്മൾ ഇതിലോട്ട് വിളമ്പിയിട്ടുണ്ട്. ആവിയൊക്കെ പറക്കുന്നുണ്ടില്ലേ, നല്ല ചൂട് കപ്പയാണ് കേട്ടോ. അടുത്തത് നമ്മളിതാ വറുത്ത് വെച്ച് നല്ല മുരുമരാന്നുള്ള മത്തി ഫ്രൈ ഇങ്ങനെ എടുത്ത് വെച്ചു. കൂടെ ആ സൈഡ് ഡിഷായിട്ടുള്ള പുളിമുളകും ചേർത്തു. അപ്പോൾ ചേട്ടനാണ് ആദ്യം ട്രൈ ചെയ്യുന്നത്. ആ മുരിഞ്ഞ മത്തിന്ന് കുറച്ച് പിച്ചി ഇങ്ങനെ എടുത്ത് ആ നല്ല വെന്ത കപ്പ ശക്കലിങ്ങനെ ഒട്ടച്ചെടുത്ത് ആ പുളിയും മുളകിലും കൂടി മിക്സ് ചെയ്ത് ചേട്ടൻ കഴിച്ച് നോക്കുകയാണ് കേട്ടോ. ഒന്നും മിണ്ടിയില്ല, പക്ഷെ പിന്നെ ആൾക്ക് ചോദിച്ചപ്പോൾ ആൾക്ക് ഒരുപാട് ഇഷ്ടമായി. സാധാരണ കപ്പ കഴിക്കാത്ത ഒരാളാണ്, ഇന്ന് നല്ല രീതിയിൽ കപ്പ കഴിച്ചു. പിന്നെ ഞാനും മോളും ചേട്ടനും കൂടി ആയിട്ട് ബാക്കി ഇരുന്ന് ഫുള്ള് അങ്ങ് കഴിച്ചു ചേർത്തു. വല്ലപ്പോഴേക്കും ഒരുമിച്ച് കിട്ടുന്ന ഇതേപോലെയൊക്കെ. അപ്പോൾ ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ